നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഇനിയിപ്പോ അമ്മയോട് എന്താ പറയാ? സത്യമേ അറിയിക്കേണ്ട വിവരം. അത് പ്രശ്നരോഹത്തെ. ദാമ്പത്യ പൂജ നിശ്ചയിച്ചിരിക്കുന്ന ദിവസം പെൺകുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞ അമ്മ ചൂലെടുക്കും. ഈശ്വര, അവളിപ്പോ എങ്ങോട്ടാ പോയിട്ടുണ്ടാവുക? പുലർച്ചെ ഞാൻ ഉണർന്നതാ. പതിവില്ലാതെ പിൻവാതിൽ തുറന്നു കിടക്കുന്നത് ഞാൻ കണ്ടു. അർജുനേട്ടൻ ഫോൺ വിളിക്കാനായിട്ട് പുറത്തിറങ്ങിയതായിരിക്കും എന്നാ കരുതിയത്. അർജുനേട്ടനോട് ചോദിച്ചപ്പോ അർജുനേട്ടനല്ല. നിങ്ങളാരുമല്ലല്ലോ. എങ്കിലൊരു പക്ഷേ രാത്രി തന്നെ ഈശ്വര, വിഷ്ണുട്ടാ, രാത്രി അവൾ ഇറങ്ങിപ്പോയെന്നോ അത് അവൾ ഒറ്റയ്ക്ക്? ശാലിനി, ഇത് പതറി നിൽക്കാനുള്ള സമയമല്ല. എത്രയും പെട്ടെന്ന് നമുക്ക് ശ്യാമയെ കണ്ടെത്തണം. പൂജാ മുഹൂർത്തം ആവുന്നതിന് മുമ്പ് ശ്യാമ എവിടെ എത്തിക്കണം, അമ്മ അറിയാതെ. ശ്യാമ ഇവിടെ നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഞാൻ എന്റെ കഴിവിന്റെ പരമാവധി ശ്രമിക്കാം വിഷ്ണുട്ടാ. പക്ഷെ അധിക നേരമൊന്നും എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. എത്തിച്ചിരിക്കും. നിനക്കെന്താ ഞങ്ങളെ വിശ്വാസമില്ലേ? പക്ഷേ നിങ്ങളിവിടുന്ന് പോകുമ്പോ തന്നെ സത്യമേ അറിയില്ലേ? ഇല്ല, അത് ഞങ്ങൾ പിൻവാതിൽ വഴി ഇറങ്ങി ജീപ്പ് എടുത്ത് പൊക്കോളാം. പിന്നെ എവിടേക്കാ പോയെന്ന് ചോദിച്ചാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചു വെക്കണം. ശ്യാം ഇവിടെ ഇല്ല എന്നുള്ള കാര്യം അമ്മ അറിയാതിരുന്നാൽ മാത്രം മതി. മനസ്സിലാവുണ്ടോ രണ്ടുപേർക്കും? ഞങ്ങൾ ശ്രമിക്കാം വിഷ്ണുട്ടാ. ശാലിനിയും വിഷ്ണുട്ടനും പോയിട്ട് വാ. വാ. ഇനിയിപ്പോ ഇതൂടെ എല്ലാം ഉള്ളൂ. ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞല്ലോ. എന്താ പാമേ? ശാലിനി ഇവിടെ പങ്കജം കണ്ടില്ല സത്യാമ്മേ. ശാലിനി, ശാലിനി, ശ്യാമ എവിടെ? റെഡി ആയിക്കൊണ്ടിരിക്കാമേ. പെട്ടെന്ന് റെഡി ആയിട്ട് വരാൻ പറ. ശരി. ഹലോ, പോ. നാളെ എന്റെയോ അയാളുടെ പേരിൽ ദാമ്പത്യ പൂജയോ മാങ്ങാത്തലിയോ മറ്റോ നടത്താനാണ് ഭാവമെങ്കിൽ സത്യമായിട്ട് ഞാൻ ഇവിടുന്ന് പോവും. ഈ വീട്ടിൽ നിന്ന് മാത്രമല്ല, ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഞാൻ പോവും. വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ, ശ്യാമ അവളെന്തെങ്കിലും കടും കൈ ചെയ്യോ വിഷ്ണുട്ടാ? ശാലിനി, വെറുതെ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ച് കാട് കയറണ്ട. എടോ, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ച നമ്മുടെ പിടിപ്പ് കേടുണ്ടല്ലേ? അവൾക്കൊട്ടും ഇഷ്ടമല്ലാത്ത വിവാഹമായിരുന്നില്ലേ ഇത്? നമ്മളെ കൂടി ചേർന്നല്ലേ ഇത് അവളുടെ മേലെ അടിച്ചേൽപ്പിച്ചത്? ചിലപ്പോ ജീവിതം കൈവിട്ടു പോയി എന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവും. അവളുടെ സ്വപ്നങ്ങൾ തകർന്നു. ഇനി മുന്നോട്ടൊന്നും പ്രതീക്ഷിക്കാനില്ലെന്ന് തോന്നിയാലോ? അത് ശാലിനി, നിർത്ത്. എന്റെ സങ്കടം വിഷ്ണുവേട്ടനോടല്ലാതെ വേറെ ആരോടാ ഞാൻ പറയാ? എടോ, അതിന് ഇത്ര സങ്കടപ്പെടാൻ വേണ്ടി അവനൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തിനാ വെറുതെ? സ്പീക്കറിലിട്ട് വിഷ്ണുട്ടാ.
അമ്മ വിഷ്ണു, ഈ സമയത്ത് ശാലിനിയും കുട്ടി നീ എവിടെ പോയതാ? ഞങ്ങള് പിള്ളച്ചേട്ടൻ പറഞ്ഞിട്ടെ കുറച്ചുകൂടി പൂക്കൾ വാങ്ങാൻ വേണ്ടിട്ട്. വാങ്ങിയതൊക്കെ മതി. ശാലിനിയും കൊണ്ട് നീ പെട്ടെന്ന് വാ വീട്ടിലേക്ക്. ആ വരാം വരാമ. വിഷ്ണുട്ട, ശ്യാമയില്ലാതെ ഇങ്ങനെ നമ്മളെ വീട്ടിലേക്ക് പോവാതിരിക്കാൻ പറ്റില്ലല്ലോ ശാലിനി. എപ്പോഴായാലും നമ്മൾ തന്നെ മറുപടി കൊടുക്കണ്ടേ? ഭാമേ, മാലതിയോ? വാ, വരണം വരണം. ചടങ്ങുകള് തുടങ്ങാറായില്ലേ ഭാമേ? ആ, തുടങ്ങാറായി. ഇവിടെ രോഹിത്തിന്റെ പെൺകുട്ടി. ഞങ്ങൾ അവളെ കാണാനാ വന്നത്. പങ്കജം, ആ സത്യാമ്മേ. നീ പോയി വിളിച്ചോണ്ട് വാ അവളെ. ആ ശരി. അപ്പൊ സുഖാണല്ലോ? ആ. പെട്ടെന്ന് തീരുമാനിച്ച പൂജയല്ലേ? ആണോ? എന്തൊരു രോഹിത് സാർ അല്ല, ഞാനാ. എന്താ? വാതിലൊന്ന് തുറന്നേ, ഞാനൊന്ന് അകത്തേക്ക് കയറട്ടെ. എന്തിനാ? ശ്യാമമോളെ ഒരുക്കാൻ ഞാനും കൂടി സഹായിക്കാം. ഓ, അതിന്റെ ആവശ്യമില്ല. നിനക്ക് താഴെ വേറെ ജോലിയില്ലേ? താഴത്തെ ജോലിയൊക്കെ കഴിഞ്ഞു. സത്യാമ്മയാ പറഞ്ഞത് ഇവിടെ ഒന്ന് സഹായിക്കാൻ. ഇവിടുത്തെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ പോയേ. എന്നാ ഞാൻ ഈ മുല്ലപ്പൂ വെച്ച് കൊടുത്തിട്ട് വെക്കോളാം. ഇവിടെ ഇപ്പൊ ആവശ്യത്തിന് മുല്ലപ്പൂവൊക്കെ ഉണ്ട്. എന്നാ വേണ്ട, വാതിലൊന്ന് തുറന്നേ, ശ്യാമമോളെ ഞാനൊന്ന് കാണട്ടെ. ഇപ്പൊ കാണണ്ടെന്ന്. കണ്ടാലെന്താ, ഞാനൊരു പെണ്ണല്ലേ, ഒന്ന് നോക്കട്ടെ. പെണ്ണായാലും ആണായാലും ഇപ്പൊ കാണണ്ട. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.